ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. ശ്ലോകം 1. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. പദച്ഛേദം. സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശ അവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുന ഒരു പുരുഷ അർത്ഥ ആത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരു പവനപുരേ ഹന്ത ഭാഗ്യം ജനാന. അർത്ഥം: സാന്ദ്രമായ ആനന്ദാവബോധം സ്വരൂപമായതും ഉപമിക്കാൻ പറ്റാത്തതും ദേശകാലങ്ങൾ കൊണ്ട് പരിമിതമല്ലാത്തതും എന്നും സ്വതന്ത്രമായതും 100,000 വേദാന്തവാക്യങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതും ഒറ്റ നോട്ടത്തെ സ്പഷ്ടമല്ലാത്തതും പിന്നീട് ശ്രേഷ്ഠ പുരുഷാർത്ഥ രൂപമായി തീരുന്നതുമായ ബ്രഹ്മതത്വം കണ്ടറിയത്തക്കവണ്ണം ഗുരുവായൂരിൽ പ്രത്യക്ഷമായി ശോഭിക്കുന്നു. ജനങ്ങളുടെ ഭാഗ്യം തന്നെ. ബ്രഹ്മം ഗുരുവായൂരപ്പനാണ്. രണ്ടാമത്തെ ശ്ലോകം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയധന്യത് ധന്വാ വാചാധിയാ വാ ഭജതി ഭജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഏവം ദുർലഭ്യവസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് ധന്വാ വാചാ ധിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവത് വയം തു സ്ഥിരതരമനസ വിശ്വപീഡ അപഹത്യൈ നിശേഷം ആത്മാനമേനം ഗുരു പവനപുര അധീശം ഏവ ആശ്രയാമ. ഇങ്ങനെ ദുർലഭ്യമായ വസ്തു സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റു വിഷയങ്ങളെ ഭജിക്കുന്നു എന്നത് വ്യക്തമായ ക്ഷുദ്രതയാണ്. ഞങ്ങളാകട്ടെ ഉറച്ച മനസ്സോടെ വിശ്വപീഡാശമനത്തിനായി നിശേഷാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു. ശ്ലോകം 3. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതിബഹുശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതി. പദം തിരിച്ചു പറയുക. സത്വം യത് തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അർത്ഥം: രജോ ഗുണവും തമോ ഗുണവും കലരാത്തതിനാൽ പരിശുദ്ധമായ സത്വഗുണം കൊണ്ടുണ്ടായ ഭൂതേന്ദ്രിയങ്ങളോട് കൂടിയതാണ് ഭഗവാന്റെ ശരീരം എന്ന് വ്യാസൻ പലതവണ പറഞ്ഞു കേൾക്കുന്നു. ആ വപുസ് സ്വച്ഛന്തം കൊണ്ട് മറവില്ലാത്ത ചിത്തത്തിനുള്ളിൽ വിളങ്ങുന്ന രൂപമുള്ളതാകുന്നു. ശ്രുതിക്കും മതിക്കും മധുരവും സുഗ്രഹവുമായ അങ്ങയുടെ ആ രൂപത്തിൽ ധന്യന്മാർ രമിക്കുന്നു. ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസുന്ദൗ കല്ലോലുലാത്സുതുല്യം കലു വിമലതരം സ്വത്വമാഹുസ്തദാത്മാ കസ്മാനോ നിഷ്കളസ്ത്വം സകള ഇതി വജത്തുത്കലാസ്വേവ ഭൂമൻ. പദം: നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു
കല്ലോല ഉല്ലാസതുല്യം ഖലു വിമലതരം സത്വം ആഹു തദാത്മാ കസ്മാത് നോ നിഷ്കളത്വം സകള ഇതി വച ത്വത്കലാസു ഏവ ഭൂമൻ. അർത്ഥം: കമ്പമില്ലാത്തതും എന്നും പൂർണ്ണമായിരിക്കുന്നതും അവധിയില്ലാത്ത പരമാനന്ദ പീയൂഷ രൂപമായതും നിർലീനമായ മുക്താവലികളാൽ സുഭഗതവും ആയ നിർമ്മല ബ്രഹ്മസിന്ധുവിലെ കല്ലോലങ്ങളുടെ ഉല്ലാസം പോലെയാണ് വിമലതരമായ സത്വം എന്ന് പറയപ്പെടുന്നു. അപ്രകാര സ്വരൂപമുള്ള അവിടുന്ന് നിഷ്കളൻ തന്നെ. സകളൻ എന്ന വാക്ക് നിന്തിരുവടിയുടെ കലകൾക്കേ ചേരും. ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യ സംശുദ്ധമംശം കമപി തമധിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസേ സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം. പദം: നിർവ്യാപാര അപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം തേനൈ ഏവ ഉദേതി ലീനാ പ്രകൃതി അസതി കൽപ്പ അപി കൽപ്പാദികാലേ തസ്യ സംശുദ്ധ അംശം കം അപി തം അധിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവ ആകുണ്ഠ വൈകുണ്ഠ രൂപം. അർത്ഥം: അജനായ ഭഗവാനെ, അങ്ങ് നിർവ്യാപാരനാണെങ്കിലും നിഷ്കാരണമായി ഈക്ഷണം എന്ന് പറയപ്പെടുന്ന ക്രിയ ചെയ്യുന്നു. അതിനാൽ അങ്ങയിൽ ലീനമായിരിക്കുന്നവളും ഇല്ലെന്ന് പറയേണ്ടുന്നവളുമായ പ്രകൃതി കൽപ്പാദികാലത്തിൽ ഉദിക്കുന്നു. സ്വന്തം മഹിമയും വിഭവവും കൊണ്ട് ആകുണ്ഠനായ അല്ലയോ വൈകുണ്ഠ, ആ മായയുടെ നിരോധായകമല്ലാത്തതും സംശുദ്ധവുമായ ഏതോ ഒരു സത്വരൂപമായ അംശത്തെ ധരിച്ച് അവിടുന്ന് രൂപം ധരിക്കുന്നു. നിർത്തട്ടെ. ഹരി ഓം തത്സത്.